ഏകദിനത്തിൽ 50 ആണ്ടിന്റെ നിറവിൽ ഇന്ത്യൻ ക്രിക്കറ്റ്. ഇന്ത്യയുടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിന് അരനൂറ്റാണ്ട്. ഏകദിനത്തിൽ 1000-ലധികം മത്സരം കടന്നുപോകുന്ന ഇന്ത്യക്ക് തന്നെയാണ് ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം. ഇന്ത്യയുടെ ഏകദിന ചരിത്രത്തിന് അരനൂറ്റാണ്ടിന്റെ ആഴം. ഇതിഹാസങ്ങളെ സമ്മാനിച്ച, റെക്കോർഡുകൾ പഴങ്കഥയാക്കിയ, ചരിത്രം തിരുത്തിയ, ലോക കിരീടവുമായി ക്രിക്കറ്റിന്റെ നെറുകയിൽ വിചാരിച്ച 50 വർഷങ്ങൾ. ജൂലൈ 13 ഇംഗ്ലണ്ടിലെ ഹെഡിംഗ്ലി മൈതാനത്താണ് ഇന്ത്യ ആദ്യമായി ഒരു ഏകദിന മത്സരം കളിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 1055 മത്സരത്തിന്റെ അകലം. 1983 ഇതിഹാസങ്ങൾ നിറഞ്ഞ വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പൻ നിരയെ തകർത്ത് കപിലിന്റെ ചെകുത്താന്മാർ ലോക കിരീടം ഇന്ത്യയിലേക്ക് എത്തിച്ചതോടെയാണ് ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ചരിത്രം വഴിമാറുന്നത്. 60 ഓവറിൽ തുടങ്ങിയ ഏകദിന ക്രിക്കറ്റ് പിന്നീട് 50 ഓവറായി മാറി. 3-ാം ലോകരാജ്യത്തിന്റെ ചെറുത്തുനിൽപ്പായി ക്രിക്കറ്റിനെ കണ്ട ഇന്ത്യൻ ജനത ഇത്രത്തോളം മറ്റേതെങ്കിലും ഒരു കായിക ഇനത്തെ സ്നേഹിച്ചു കാണില്ല. സച്ചിൻ ടെണ്ടുൽക്കർ അരങ്ങേറ്റം കുറിച്ച 1989 മുതൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മാത്രമല്ല ലോക ക്രിക്കറ്റിന്റെ കൂടിയാണ് തലവര മാറിയത്. ഏറ്റവും അധികം റൺസ്, ഏറ്റവും അധികം സെഞ്ചുറികൾ, ചരിത്രത്തിലാദ്യമായി 200 റൺസ് എന്നിങ്ങനെ റെക്കോർഡുകൾ ഒന്നൊന്നായി സച്ചിൻ സ്വന്തം പേരിൽ ചേർത്തു. ലോകത്തെ ഏതു കരുത്തർക്കെതിരെയും തലയുയർത്തി നിൽക്കാവുന്ന സംഘമായി ഇന്ത്യ മാറുന്നതാണ് പിന്നീട് കണ്ടത്. കോഴയിൽ ആടിയുലഞ്ഞ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് സൗരവ് ഗാംഗുലി എന്ന നായകനെത്തിയതോടെ ഇന്ത്യൻ ക്രിക്കറ്റിന് പുതിയ മുഖം ലഭിച്ചു. സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ്, ലക്ഷ്മൺ, സേവാഗ്, ധോണി എന്നിങ്ങനെ 21-ാം നൂറ്റാണ്ടിലും അഭിമാനിക്കാവുന്ന നേട്ടങ്ങളിലെത്തി. എങ്കിലും 2-ാം ലോക കിരീടം അകന്നു നിന്നു. 2011 അവസാന ലോകകപ്പിനിറങ്ങിയ സച്ചിനായി ഒരിക്കൽ കൂടി ഇന്ത്യ ലോക കിരീടമുയർത്തി. വിരാട് കോഹ്ലിയുടെ സൂപ്പർ താരത്തിലേക്കുള്ള ഉദയവും ഏകദിന ക്രിക്കറ്റിന്റെ ഉയർച്ചയുടെ മറ്റൊരു ഘട്ടവും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. സച്ചിന്റെ സെഞ്ചുറി റെക്കോർഡ് മറികടന്ന കോഹ്ലി ഏകദിന ക്രിക്കറ്റിൽ പുതിയ ചരിത്രമെഴുതി. ഏകദിനത്തിൽ 1000 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ രാജ്യം ഇന്ത്യയാണ്. 1055 മത്സരങ്ങളിൽ 27 ക്യാപ്റ്റന്മാർക്ക് കീഴിലാണ് ഇന്ത്യ കളിച്ചത്. ലോക ക്രിക്കറ്റിൽ 1-ാം സ്ഥാനത്തെത്തിയതിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോഴാണ് 50-ാം വാർഷികത്തിന്റെ ആഘോഷമെന്നതും ശ്രദ്ധേയം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.